ഗൗതം കൃഷ്ണയെ ആരും മറന്നിട്ടുണ്ടാകില്ല. നീണ്ടകരയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി. ഇതുവരെ ഗൗതത്തിനെ കണ്ടെത്താൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അതിനെതിരെ അമ്മ രേഷ്മ നടത്തിയ ആ പോരാട്ടം നമ്മൾ കണ്ടതാണ്. ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഗൗതത്തിൻ്റെ പിതാവിനും മുത്തച്ഛനും ഇന്ന് അമ്മ ബലിയിടും. 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ 2 പേർക്ക് മാത്രമാണ് ആ ബലിയിടൽ ചടങ്ങുകളുള്ളത്. കാരണം ഒരാളിപ്പോഴും കാണാമറയത്താണ്. ആ അമ്മയുടെ വേദന നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, എത്രത്തോളം ഉണ്ടെന്ന്. രാജ്കുമാർ ഉണ്ട് എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന്, നീണ്ടകരയിൽ നിന്ന്. രാജ്കുമാർ, എന്താണ് പറയേണ്ടതെന്നോ എന്താണോ ചോദിക്കേണ്ടതെന്നോ അറിയില്ല. വളരെ സങ്കടമാണ്, വേദന നിറഞ്ഞ കാഴ്ചയാണ്. ആ വീട്ടിൽ നിന്ന് എന്താണ് പറയാൻ പറ്റുക? നമ്മുടെ കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധം കാണാതായ മകന് വേണ്ടി, അതും കടലിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ തൊഴിലിനിടെ മകനെ നഷ്ടപ്പെട്ടു. അവരെ രേഷ്മയെ സംബന്ധിച്ച് പിതാവിനെയും നഷ്ടമായി, ഭർത്താവിനെയും നഷ്ടമായി, നഷ്ടമായി. ഇപ്പോൾ ലഭിച്ചു. മകന്റെ മൃതദേഹം കണ്ടെത്താനായില്ല. ആ സർക്കാർ സംവിധാനങ്ങൾ തെരച്ചിലിൽ പരാജയപ്പെട്ടപ്പോഴാണ് ആ അമ്മയ്ക്ക് എത്തിയത്. ആ പോരാട്ടത്തിന് ഒടുവിൽ അവർക്ക് നീതി ലഭിച്ചു എന്ന് അവർ തന്നെയാണ് ഇനി പറയേണ്ടത്. പക്ഷെ ഇതുവരെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോ ഈ വീട്ടിൽ ഇന്ന് അടിയന്തര ചടങ്ങുകളാണ് നടക്കുന്നത്, കർമ്മമാണ് പുരോഗമിക്കുന്നത്. അവിടെ 2 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒന്ന് രാജീവൻ, 2 രാധാകൃഷ്ണൻ. രാജീവനാണ് ഈ രേഷ്മയുടെ പിതാവ്, രാധാകൃഷ്ണൻ രേഷ്മയുടെ ഭർത്താവുമാണ്. ഗൗതം കൃഷ്ണയുടെ അച്ഛനാണ് രാധാകൃഷ്ണൻ. ഇപ്പൊ ആ 2 ചിത്രങ്ങൾക്ക് മാത്രമാണ് ഈ ബലി, അവിടെ അതിന്റെ കർമ്മങ്ങളാണ് നടക്കുന്നത്. അത് അന്നേ രേഷ്മ പറഞ്ഞിരുന്നു, മകനെ ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല. നിലവിൽ ഈ 2 ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ ചടങ്ങാണ് ഈ പുരോഗമിക്കുന്നത്. വലിയ ഹൃദയവേദനയോടെയാണ് ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 3 പേര് നഷ്ടപ്പെട്ടതിൽ 2 പേരുടെ ബോഡി കിട്ടി. ആ 2 പേരുടെ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരാളുടെ കർമ്മം അനിശ്ചിതത്വത്തിലാണ്. അത് എങ്ങനെ എന്താകും എന്നൊരു പിടിയുമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ തലത്തിൽ ആദ്യം ഒരിച്ചിരി അലംഭാവം ഉണ്ടായെങ്കിലും പിന്നത്തെ അവരുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സംതൃപ്തരാണ്, തൃപ്തിയുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ടും നമുക്ക് കിട്ടേണ്ട ഒരു ഘടകം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ എത്രയൊക്കെ കിട്ടിയാലും നമ്മളുടെ ഈ ഹൃദയവേദന ഒരിക്കലും മായില്ല, മറയില്ല. അതാണ് സത്യം. ഞാനത് കേട്ടു രാജ്കുമാർ. ആദ്യഘട്ടത്തിൽ അലംഭാവത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴാണ് പിന്നീട് ഫിഷറീസ് വകുപ്പ് മന്ത്രി പോലും ആ വിഷയത്തിൽ ഇടപെട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നീട് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് വരുന്നു. ഇതൊക്കെ എപ്പോഴാണ്, എത്ര പ്രതിഷേധങ്ങൾ നാട്ടിൽ വന്നപ്പോഴാണ്. ഒരു കാര്യം ഓർക്കുക, ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കൂ. ആ കുടുംബം അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതിൽ അച്ഛനും മുത്തച്ഛനും മാത്രം കർമ്മം ചെയ്യാനേ അവർക്ക് കഴിയുന്നുള്ളൂ. കാരണം മകൻ മരിച്ചോ ജീവിച്ചോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഒരു എന്താ പറയുക, ഒന്നും ബാക്കി കിട്ടാത്തൊരവസ്ഥ. ആ അമ്മയുടെ വേദനയാണ് ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ആ അമ്മ മുന്നോട്ട് വച്ച ഒരു ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ പോലും മെല്ലെ ഇടറിപ്പോകുന്നുണ്ട്. രാജ്കുമാർ അതാണ് അവിടെ നിന്ന് വളരെ പതിയെ നമ്മളോട് സംസാരിച്ചത്.